ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി. ക്ഷേത്ര നടപ്പന്തലിലെ വീഡിയോഗ്രാഫിയാണ് കോടതി വിലക്കിയത്. ക്ഷേത്ര നടപ്പന്തലിൽ പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കൃഷ്ണഭക്തയായ ചിത്രകാരി ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഈ നിർണായക ഉത്തരവ്. ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ വെച്ച് ജന്മദിനത്തിന്റെ ഭാഗമായി ജസ്ന സലീം കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ഇത് വലിയ വിവാദമായിരുന്നു ഉണ്ടാക്കിയത്. കേക്ക് മുറിച്ച് ഒപ്പമുള്ളവർക്ക് നൽകുന്നതടക്കം ദൃശ്യത്തിലുണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലനട വിട്ടാണ് കേക്ക് മുറിക്കുന്നതെന്നും ഇതിന്റെ പേരിൽ ആരും പ്രശ്നമുണ്ടാക്കരുതെന്നും ജസ്ന വീഡിയോയിൽ പറഞ്ഞിരുന്നു. വീഡിയോ വൈറലായതോടെ ജസ്നയ്ക്കെതിരെ വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. അമ്പലനടയിൽ വന്ന് കേക്ക് മുറിച്ചത് മോശമായി പോയെന്നായിരുന്നു വിമർശനം. അതിനുശേഷം കുടുംബത്തിന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നും ജസ്ന ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ അഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഭക്തരായ രണ്ടുപേർ സമർപ്പിച്ച റിട്ട് ഹർജിയിലാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. വിവാഹ ചടങ്ങുകൾക്കും മറ്റു മതപരമായ ചടങ്ങുകൾക്കും അല്ലാതെ നടപ്പന്തലിൽ വീഡിയോഗ്രാഫി അനുവദിക്കരുതെന്ന് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്കും അഡ്മിനിസ്ട്രേറ്റർക്കും കോടതി നിർദ്ദേശം നൽകി. സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വ്ളോഗർമാരുടെ വീഡിയോഗ്രാഫിയും പാടില്ലെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് R കൃഷ്ണരാജ് മുഖേനയാണ് ഹൈക്കോടതി റിട്ട് ഹർജി സമർപ്പിച്ചത്. വ്ളോഗർമാരുടെയും റീൽസ് പ്രേമികളുടെയും ഇടമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തൽ. ഇതുമൂലം ഭക്തർക്കുണ്ടാകുന്ന അസൗകര്യം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. 1965 കേരള ഹിന്ദു പൊതു ആരാധനാലയങ്ങളിലെ പ്രവേശനാനുമതി നിയമം ഉൾപ്പെടെയുള്ളത് പരിഗണിച്ച് ജസ്ന സലീമിനെതിരെ നടപടിയെടുക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് വീഡിയോയും ഹർജിക്കാരൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും വിധേയമായി ആരാധന നടത്താനുള്ള അവകാശം ഓരോ ഭക്തനും ഉണ്ടെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. ഹർജിക്കാരൻ സമർപ്പിച്ച വീഡിയോയിൽ കാണുന്നത് പോലെ നടപ്പന്തലിൽ ഭക്തരുമായി വഴക്കിടാൻ ആരെയും അനുവദിക്കില്ല. ഹർജി ഒക്ടോബർ 18 വീണ്ടും പരിഗണിക്കും. അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തി നറുക്കെടുപ്പ് ഇന്ന് നടക്കും. 2024 ഒക്ടോബർ 1 മുതൽ വരുന്ന 6 മാസത്തേക്കുള്ള മേൽശാന്തിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള നറുക്കെടുപ്പാണിത്. കൂടിക്കാഴ്ചയും നറുക്കെടുപ്പുമാണ് നാളെ നടക്കുക. 56 അപേക്ഷ ലഭിച്ചതിൽ യോഗ്യരായ 55 അപേക്ഷകർക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള കത്തയച്ചിട്ടുണ്ട്. യോഗ്യരാണെന്ന് കണ്ടെത്തുന്ന അപേക്ഷകരുടെ പേരുകൾ വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച് ഉച്ചപൂജയ്ക്ക് ശേഷം ഗുരുവായൂരപ്പ സന്നിധിയിൽ വെച്ച് നടത്തുന്ന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.